ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി തന്റെ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ. പിടിച്ചെടുത്ത ഡിഫൻഡർ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടി. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസറിന്റെ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. 2024 ഏജൻസി മുഖേനയാണ് ഡിഫൻഡർ സ്വന്തമാക്കിയത്. പണമിടപാട് സംബന്ധിച്ച എല്ലാ രേഖകളുമുണ്ട്. കൃത്യമായ രേഖകൾ പ്രകാരമാണ് രജിസ്ട്രേഷൻ. വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടുണ്ടായി. കൃത്യമായ രേഖകളുണ്ടെന്ന് അറിയിച്ചിട്ടും പരിശോധിക്കാൻ കസ്റ്റംസ് തയ്യാറായില്ലെന്നാണ് ദുൽഖറിന്റെ ആരോപണം. തനിക്ക് സ്വർണ്ണക്കടത്ത്, ലഹരിമരുന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടെന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായെന്നും ദുൽഖർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. അതേസമയം നടൻ അമിത് ചക്കാലക്കൽ നടത്തിയ യാത്രകൾ അന്വേഷണ സംഘം പരിശോധിക്കും. അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്ന് നടൻ. ഞാൻ 100% സഹകരിക്കാതെ ഞാൻ ഈ ലോകത്ത്, ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ഞാൻ? കാര്യം അത് ഈ വാഹനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് സാധനം വരുന്നതിനും അൾട്ടിമേറ്റ് ജഡ്ജിങ് ബോഡി അവരാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറേ തെറ്റുകളുണ്ടായിരുന്നു, എനിക്കറിയാത്ത ഞാൻ ധരിച്ചിരുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് ചെന്ന് ഒരു പ്രാവശ്യം പെട്ട് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്ന്. സോ ദേ ഗൈഡഡ് മീ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരിശോധന ശക്തമാക്കിയതോടെ വാഹനങ്ങളുടെ നിറവും നമ്പർ പ്ലേറ്റും ഉടമകൾ മാറ്റിയതായി സംശയിക്കുന്നു. കാറുകൾ സംസ്ഥാനം വിടുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന തുടരും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.